സലാലയിൽ പോയിട്ടുള്ള സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഡേ ആയിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്ന ദിവസം കേട്ടോ. കാരണം പക്ക പ്ലാനിങ് ആയിട്ടാണ് സെക്കൻഡ് ഡേ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ രാവിലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ജബൽ സംഹാനിലാണ്. ഏകദേശം 4 മണിയായപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പറ്റി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം അവിടെ ഫയറൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന്. അപ്പോഴത്തേക്ക് തന്നെ സൂര്യൻ ഉദിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നല്ല തണുപ്പായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് സിങ്ക് ഹോൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം 8:30 ആയിട്ടുണ്ട്. എന്നാലും ഭയങ്കര തണുപ്പായിരുന്നു. മൗണ്ടെയിൻ ആയതുകൊണ്ടായിരിക്കും ഇത്രയും തണുപ്പ്. കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നേ. സിങ്ക് ഹോളിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഭയങ്കര ആഴാണെന്നുള്ളതാണ്. നമുക്ക് ഒരിക്കലും താഴേക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് അവിടെ ഒരു ബാരിക്കേഡൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നത് ഭയങ്കര ഡേഞ്ചറസും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് ഈ ഒരു ഭാഗം മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അർജു ഇങ്ങനെ പുതപ്പിട്ടിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ജാക്കറ്റ് എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ പിന്നെ ഈ മരത്തിൻ്റെ മുകളിൽ നിറയെ പുളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത്. പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സേഫ്റ്റിയാണ്. ഈ ഒരു ഫെൻസിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും ചാടി കടക്കാൻ വേണ്ടി ശ്രമിക്കരുത്. നെക്സ്റ്റ് നാച്ചുറൽ പൂളിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സലാല വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സ്ഥലം കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഒരു കുളം പോലെയൊക്കെ ഫീൽ ചെയ്തു. ഞങ്ങളാണെങ്കിൽ സ്പെയർ ഡ്രസ്സ് ഒന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു. താഴത്ത് വരെ നമുക്ക് കാണാം കേട്ടോ വെള്ളത്തിൻ്റെ. അത്ര അടിപൊളിയായിട്ടുള്ള വെള്ളമായിരുന്നു. പിന്നെ ചെറുതായിട്ടൊരു വാട്ടർഫോൾസ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല അടിപൊളി വെള്ളമായിരുന്നു. കുറച്ച് നേരം മയൂരൊക്കെ അവിടെ നിന്ന് കളിച്ചു. എന്നിട്ടാണ് നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് സ്ഥലങ്ങളും കൂടി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ടാറ്റാ.